പ്രിയ പ്രേക്ഷകരെ, ആകാശത്തൊളിഞ്ഞിരുന്ന ശത്രുക്കളുടെ റഡാറുകളെ പോലും കബളിപ്പിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത വിമാനം, അതെ, ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ 5ാം തലമുറ പോർ വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഒരു വലിയ സ്വപ്നം ഇന്ത്യ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. ഇത് വെറും ഒരു പ്രഖ്യാപനമല്ല, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന 1,00,000 കോടി രൂപയുടെ മെഗാ പ്രോജക്റ്റ് ആണ്. എവിടെയാണ് ഇത് നിർമ്മിക്കുന്നത്? എപ്പോഴാണ് ആകാശത്തേക്ക് ഇത് കുതിച്ചുയരുക? ഈ വലിയ മാറ്റത്തിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനം എന്താണ്? നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുകയാണ്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്. ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിന് നരേന്ദ്രമോദി സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആധുനിക വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ വലിയൊരു ചുവടുവയ്പായി മാറിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് 1,00,000 കോടി രൂപയുടെ ഈ വമ്പൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് കടക്കാം. എവിടെയാണ് ഈ വിമാനങ്ങൾ നിർമ്മിക്കുന്നത്? പറഞ്ഞുതരാം. ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിലാണ് ഈ അത്യാധുനിക കേന്ദ്രം ഒരുങ്ങുന്നത്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ഇതിനായി 600 ഏക്കർ സ്ഥലമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ തന്നെ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള വലിയ ഫാക്ടറി, പരീക്ഷണങ്ങൾ നടത്തുന്നതിനുള്ള പ്രത്യേക കോംപ്ലക്സ്, കൂടാതെ ശാസ്ത്രജ്ഞർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഒരുക്കുന്നുണ്ട്. മെയ് 15 ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു ഈ പദ്ധതിയുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കാനിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഇത്രയും വലിയ വാർത്തയാകുന്നത്? സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് 5ാം തലമുറയിൽപ്പെട്ട സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? സിമ്പിളായി പറയുകയാണെങ്കിൽ, റഡാറിൽ ഈ വിമാനങ്ങളെ കണ്ടെത്താൻ സാധിക്കില്ല എന്നതാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ ശത്രുക്കളുടെ റഡാറുകൾക്ക് ഇവയെ കണ്ടെത്താൻ കഴിയില്ല. മറ്റൊരു ഗുണവശം എന്നത് ശബ്ദത്തെക്കാൾ വേഗതയിൽ സൂപ്പർ ക്രൂയിസ് ചെയ്യാൻ പറക്കാൻ കഴിയും എന്നതാണ്. അതുപോലെ തന്നെ ഇന്ധനശേഷി, ദീർഘദൂര ദൗത്യങ്ങൾക്കായി വിമാനത്തിൽ വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ആദ്യഘട്ടത്തിൽ GEF 414 എഞ്ചിനുകൾ ഉപയോഗിച്ച് 40 വിമാനങ്ങളാണ് നിർമ്മിക്കുന്നത്. പിന്നീട് കൂടുതൽ കരുത്തുറ്റ MK2 വേരിയന്റുകളും പുറത്തിറങ്ങും. ഈ പദ്ധതിയിൽ മറ്റൊരു വലിയ മാറ്റം കൂടിയുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് സ്വകാര്യ കമ്പനികൾ ഇതിൽ വലിയ പങ്കാളികളാകുന്നു. ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ്, ലാർസൺ ആൻഡ് ടൂബ്രോ, ഭാരത് ഫോർജ് തുടങ്ങിയ പ്രമുഖ കമ്പനികളാണ് ഇതിൽ നിർമ്മാണത്തിൽ ഒപ്പം ചേരുന്നത്. ബംഗളൂരുവിലെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ADA രൂപകൽപ്പന ചെയ്യുന്ന ഭാഗങ്ങൾ പുട്ടപർത്തിയിൽ എത്തിച്ച് കൂട്ടിച്ചേർക്കുന്ന രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. 2028-29 കാലഘട്ടത്തിൽ ആദ്യ മാതൃക, അതായത് പ്രോട്ടോടൈപ്പ് പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് 2035ഓടെ പൂർണ്ണ തോതിലുള്ള നിർമ്മാണം ആരംഭിക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി 250-ലധികം വിമാനങ്ങൾ എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതുവഴി തൊഴിലവസരം നൽകാൻ നമ്മുടെ രാജ്യം പ്രാപ്തമാകുമെന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, ഈ വലിയ നേട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.